ആറ്റുകാൽ ക്ഷേത്രത്തിൽ 10:15 പണ്ടാരടപ്പിൽ തീ പടരുന്നത്. അപ്പോൾ പണ്ടാരടപ്പിൽ അവിടെ നിന്ന് അടുപ്പിന് തൊട്ടടുത്ത് നിന്ന് സ്മിത ഹരിദാസ് നമുക്കൊപ്പം ചേരുകയാണ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. സ്മിത, പറയൂ. എസ് കെ, ഞാനിപ്പോൾ പണ്ടാരടുപ്പിന് തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ അഗ്നി പകരുക എന്നുള്ള ചടങ്ങിനായി അതിനു മുൻപ് ശുദ്ധ പുണ്യാഹം ഉണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മളിപ്പോൾ തോറ്റമ്പാട്ടിൻ്റെ പാട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളിൽ തോറ്റമ്പാട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മധുവാശാനും സംഘവുമാണ്. ആ തോറ്റമ്പാട്ടിൻ്റെ തുടക്കം ഇപ്പോഴുണ്ട്. പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതോടെയാണ് ഇന്നത്തെ ഈ പുണ്യാഹ ചടങ്ങും അതോടൊപ്പം തന്നെ പണ്ടാരടുപ്പിലേക്ക് തീ പടരുന്നതും ആവുക. അപ്പോൾ അതിനുള്ള തോറ്റമ്പാട്ടിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. മധുവാശാനും കൂട്ടരുമാണ് പാട്ട് പാടി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് അവരുടെ പാട്ട് കുറച്ചൊന്ന് കേൾക്കാം തോന്നുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നല്ല തിരക്കുള്ളതിനാൽ ഭക്തജനങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ ഫോൺ എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തജനങ്ങൾ സേഫ്റ്റി ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രവുമായി തൊട്ടിപ്പിക്കുക. പൂരം നാളിലെ പൗർണമി ദിനമാണ് ഇന്ന് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതോടെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്ന ചടങ്ങിലേക്ക് പോകും. അതിനുള്ള ആ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ. നാളത്തോടു കൂടിയാണ് തോറ്റമ്പാട്ട് തീരുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിപികളിൽ എഴുതി വയ്ക്കുന്നില്ല തോറ്റമ്പാട്ട്. അതൊരു കുടുംബം പരമ്പരകളായി തുടർന്നു പോരുന്നതാണ്. കേട്ടു പഠിച്ചതാണിത്. അങ്ങനെ ഐതിഹ്യങ്ങളോടൊപ്പം തന്നെ ഇങ്ങനെ കൗതുകകരമായ ചില ചരിത്രവും ഇതിന് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. മധുവാശാനോട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ കണ്ണകി ചരിതമാണ് പാടുന്നത്. കണ്ണകിയുടെ ചിലമ്പ്, കാലിലെ ചിലമ്പ് അത് കാണാതെയാകുന്നു. അത് കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുന്ന കോവിലനെ പാണ്ഡ്യരാജാവിന്റെ പ്രജകൾ പിടിച്ചുകെട്ടുന്നു. ഒടുവിൽ കോവിലിനെ വധിക്കുന്നു. പക്ഷേ ഈ ചിലമ്പ്, അത് ചിലങ്ക പൊട്ടിച്ചു നോക്കുമ്പോൾ കണ്ണകിയുടെ ചിലങ്കയ്ക്കുള്ളിൽ രത്നങ്ങളായിരുന്നു. രാജ്ഞിയുടെ, ദേവിയുടെ, റാണിയുടെ ചിലങ്കയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് മുത്തുകളായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഇവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാകുന്നത്. പാണ്ഡ്യരാജാവിന് തെറ്റുപറ്റിയതാണ്. പക്ഷെ ആ തെറ്റ് സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ദേവി കോപിഷ്ഠയായി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നു. മധുരാപുരി ചുട്ടരിക്കുന്നു. അവിടെ നിന്ന് വരുന്നു. അപ്പൊ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ ഭാഗമാണ് ഇന്ന് ഈ 9ാം ദിവസം ഇവിടെ ചൊല്ലുന്നത്. ഇവിടെ ഈ പണ്ടാര അടുപ്പിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ട് അത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് മനോഹരമായി വരച്ച് അത് ഈ തോറ്റമ്പാട്ടിന്റെ ആശാനാണ് ഈ കലത്തിൽ വെള്ളം പകർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ദേവീദർശനത്തിനുള്ള സമയമാണ്. ദേവീദർശനം അങ്ങനെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ ഉള്ളതിനേക്കാൾ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇവിടെ വന്നവരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഈ നടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇടവേളകളിലായിട്ട് ഇങ്ങനെ ദേവീ ദർശനത്തിനായുള്ള ഭക്തരുടെ ക്യൂ ഉണ്ട്. ഒപ്പം തന്നെ അല്പസമയം കൂടിയേ ഈ ദർശനം ഉണ്ടാകൂ. അതിനുശേഷം അടുപ്പ് വെട്ടൽ ചടങ്ങാണ്. അപ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്ന് അഗ്നി പകർന്ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അഗ്നി പകരുന്നു. അതിനുശേഷം സഹമേൽശാന്തിയാണ് പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുക. അതോടെ സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്.